ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ആവുന്നതും നമ്മൾ കാണുന്ന HTX വേരിയൻറ്റ് മുതലാണ് എന്ന് പറയാം. ഇത് പാറ്റേണിലൊന്നും മാറ്റമില്ല, പക്ഷേ നമുക്കൊരു റഫായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ മാറി ഈ ഒരു HTXലേക്ക് വരുമ്പോൾ അത് നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന കീ ഉണ്ട്. ഇത് സെപ്പറേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്മാർട്ട് കീയുടെ ഒപ്പം ഇതെപ്പോഴും കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് പീസായിട്ട് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സമയത്ത്. കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ സെൽട്ടോസിനേക്കാൾ കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ട് മാറി എന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി 10 മില്ലിമീറ്റർ കൂടി 190 ആയിരുന്നപ്പോൾ 200 മില്ലിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു 4 പേരിലിൻ്റെ ലെഗ് റൂം കാര്യങ്ങൾ നീ റൂമൊക്കെ ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടും പെർഫെക്റ്റ് ആണ്, അടിപൊളി എന്ന് പറയാം. ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര ദൂരം വേണമെങ്കിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു 400 കിലോമീറ്റർ ആകാൻ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അത്രയും കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫുൾ ഓപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തുള്ളത്. GT ലൈനിലൊക്കെ നമുക്ക് അത്തരത്തിലാണ് ലഭിക്കുക. എന്തായാലും ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇനി ഇതൊന്നല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കിയ നിലനിർത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കിയക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് ഞാൻ ആ കാര്യം പറയുകയാണ്. AC ഫിസിക്കൽ കൺട്രോൾ, മീഡിയയുടെ വോളിയം ബട്ടൺ അടക്കം എല്ലാത്തിനും ഫിസിക്കൽ കൺട്രോൾ. ഏറ്റവും പുതിയ കിയ സെൽട്ടോസ് വന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വലിയ മാറ്റങ്ങളുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലേക്ക് തന്നെ ഏറ്റവും വലിയ വാഹനമായിട്ട് കിയ സെൽട്ടോസിനെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ടാറ്റ സിയറയ്ക്ക് സെഗ്മെൻറ്റിൽ വാഴും എന്നൊക്കെ നമ്മൾ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി വാഴുന്ന ആളാണ് ഹ്യുണ്ടായി ക്രെറ്റ. അപ്പോൾ അതിനൊക്കെ ചെക്ക് വെക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുമായിട്ടാണ് പുതിയ കിയ സെൽട്ടോസ് വന്നിട്ടുള്ളത്. ഓൾറെഡി ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വാഹനങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളൊന്ന് എടുത്തിട്ടുള്ളത് HTX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് ടെക് ലൈൻ, GT ലൈൻ എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് സെൽട്ടോസ് ആണെങ്കിൽ സോണറ്റ് ആണെങ്കിൽ കിയയുടെ വാഹനങ്ങൾ വാങ്ങാനായിട്ട് പറ്റുക. അതിൽ ടെക് ലൈനിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് HTX ആണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ മിഡ് സൈസ് കാറ്റഗറി വരുന്ന ഒരു SUV സെഗ്മെൻറ്റ് നോക്കുന്നവർ അത്യാവശ്യം ഫീച്ചർ ലോഡറായിട്ടും ഒരു പ്രീമിയം അപ്പീലിംഗ് ആയിട്ടുള്ള വാഹനങ്ങളാണ് പരിഗണിക്കുക. അങ്ങനെ നോക്കുന്നവർക്ക് HTX നല്ലൊരു വേരിയൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഏകദേശം ഓൺ റോഡൊക്കെ 19 ലക്ഷത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുവിധം നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിനും ടർബോ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഓട്ടോമാറ്റിക് മാനുവലായിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് കൂടിയാണ്. കിയ വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ HTE ഓപ്ഷനിൽ, HTK ഓപ്ഷനിൽ, HTX, GTX, X ലൈൻ ഇങ്ങനെ 7 പ്രധാന വേരിയൻ്റ് വരുന്നുണ്ട്. ഇതിനൊക്കെ ടോപ്പിലെ 3 വേരിയൻറ്റുകൾക്ക് HTXA, GTXA, X ലൈൻ A എന്നിങ്ങനെ ഒരു ഓപ്ഷണൽ വേരിയൻ്റ് കൂടി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അഡാസ് ഓപ്ഷനിലാക്കി വെച്ചു എന്നുള്ളതാണ്. അഡാസ് വേണ്ടവർക്ക് HTXൻ്റെ A എന്ന് പറയുന്ന ഒരു അഡീഷണൽ വേരിയൻ്റ് എടുക്കാം. അപ്പോൾ അതിൽ അഡാസ് ഫീച്ചേഴ്സും ഒപ്പം നമുക്കൊരു പാർക്കിംഗ് സെൻസറിൻ്റെ കുറച്ച് മാറ്റങ്ങളൊക്കെയാണ് വരിക. അതൊക്കെ ഞാൻ വിശദമായിട്ട് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. പുതിയ സെൽട്ടോസിൻ്റെ ലുക്കിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ചിരിക്കുകയായിരുന്നു സെൽട്ടോസിൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത്. കാരണം ഏറ്റവും പുതിയ കാർണിവൽ മുതൽ ക്ലാവിസ്, അതുപോലെ സിറോസ്, ഈ വാഹനങ്ങളുടെയൊക്കെ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും അറ്റത്തായിട്ടാണ്. അപ്പോൾ അതേ ടൈപ്പ് ഒരു ഡിസൈൻ പാറ്റേൺ ആയിരിക്കും സെൽട്ടോസിനും കിയ പരിഗണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ താങ്ക്ഫുള്ളി അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്കൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് വന്നുള്ളത്. ഏറ്റവും അറ്റത്തായിട്ട് കൊടുത്തിട്ടുള്ളത് എഡ്ജിലായിട്ട് നമുക്ക് DRലാണ് കാണാൻ സാധിക്കുക. ഇത് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ, അതായത് GTയിലേക്കും X ലൈനിലേക്കും പോകുമ്പോൾ ഇത് ഡ്യുവൽ ഫംഗ്ഷൻ ആവുന്നുണ്ട്. അതായത് LED ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ DRലും ഈ ഒരു ലൈറ്റ് ആയിരിക്കും വരിക. LED ഹെഡ് ലാമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ ഇൻഡിക്കേറ്റർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. ഇത് മൊത്തം നമുക്കൊരു ഐസ് ക്യൂബ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആ ടോപ്പിൽ X ലൈനിലും GT ലൈനിലും മാത്രമേ വരുള്ളൂ. ബാക്കി ടെക് ലൈനിൽ മൊത്തം നമുക്ക് നിങ്ങൾ കാണുന്ന ഈ ഒരു ടൈപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാം. ഹൈ ബീമും ലോ ബീമും കൂടാതെ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് ആവുന്നതും നമ്മൾ കാണുന്ന HTX വേരിയൻറ്റ് മുതലാണ് എന്ന് പറയാം. ഇത് പാറ്റേണിലൊന്നും മാറ്റമില്ല, പക്ഷേ നമുക്കൊരു റഫായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ മാറി ഈ ഒരു HTXലേക്ക് വരുമ്പോൾ അത് ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറുന്നുണ്ട്. അവിടെ താഴേക്ക് വന്നാൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിൻ ഫിനിഷുള്ള സ്കിഡ് പ്ലേറ്റ് പോലെയുള്ളൊരു ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി ഇതിന് താഴെയുള്ള വേരിയൻറ്റിലൊക്കെ ഒരു സിൽവർ കളറായിരിക്കും. ഇവിടുന്ന് മുതലാണ് നമുക്കതൊരു സാറ്റിൻ ഫിനിഷ് ആവുന്നത്. ഇനി ടോപ്പിലേക്ക് പോയാൽ എന്താണ് അധികം കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ഗൺ മെറ്റൽ ഗ്രേ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഫോഗ് ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു HTX എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു വേരിയൻറ്റ് മുതലാണ്. അതിന് താഴേക്കുള്ള വേരിയൻറ്റിലും നമുക്ക് ഫോഗ് ലാമ്പും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് വന്നുള്ളത്. ആ ഒരു ടൈഗർ നോസ് ഫിനിഷ് കാര്യങ്ങൾ ഇപ്പോഴും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. കാരണം ആ ഒരു നമ്മൾ സെൽട്ടോസിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു സെക്കൻഡ് ജനറേഷനാണിത്, ഒരു മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് എന്ന് പറയാം. ഓൾറെഡി നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 3 അപ്ഡേറ്റുകൾ കിയ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈഗർ നോസ് ഗ്രില്ല് എന്ന് പറയുന്നത്. ആ ഒരു ബേസിക് പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടെക്സ്റ്റൈൽ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഡിസൈൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാന മാറ്റം, അതായത് വാഹനത്തിൻ്റെ നീളം കൂടി എന്നുള്ളത്. ഇപ്പോൾ 4460 മില്ലിമീറ്റർ ആയിട്ട് നീളം വർദ്ധിച്ചിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇത്രയും നീളം വരുന്ന മറ്റൊരു വാഹനവും ഇല്ല എന്ന് പറയാം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ടാറ്റ സിയറയും
ക്രെറ്റയൊക്കെ മെൻഷൻ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു കിയ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. കിയ ഇതിനെ ഒരു കുറച്ചുകൂടി ഒരു കാർണിവൽ രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം, ആ ഒരു സൈസിലേക്ക് ഒരു മിനി കാർണിവൽ ആക്കിയിട്ടാണ് സെൽറ്റോസിനെ മാറ്റിയിട്ടുള്ളത്. ആ ഒരു ഫിനിഷാണ്, അല്ലെങ്കിൽ ആ ഒരു വീൽ ബേസ് കൂടിയതൊക്കെ കാണുമ്പോൾ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് അത്തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്. വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട്, ഏകദേശം 2690 മില്ലിമീറ്റർ ആയിട്ട് വീൽ ബേസും വർദ്ധിച്ചിട്ടുണ്ട്. വീൽ ബേസ് വർദ്ധിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഗുണം നമുക്ക് എവിടെ ലഭിക്കും? ഇൻസൈഡ് ഇൻറ്റീരിയർ ലഭിക്കും. അപ്പോൾ പഴയ സെൽറ്റോസിനേക്കാൾ കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ട് മാറി എന്നുള്ളത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി 10 മില്ലിമീറ്റർ കൂടി 190 ആയിരുന്നപ്പോൾ 200 മില്ലിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീതിയും കൂടിയിട്ടുണ്ട്. വീതി നമുക്ക് ഏകദേശം 1830 മില്ലിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ഏരിയയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ K3 എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലാണ് സെൽറ്റോസ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടി ഇന്ത്യയിൽ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ചെയ്തതാണ് എന്നുള്ളതാണ് കിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും കംഫർട്ട് ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. അതൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്തായാലും കാഴ്ചയിലും ഡയമെൻഷനിലും ഇത്രയധികം മാറ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു 1.5 ലിറ്ററിൻ്റെ നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവലാണ്. അതുകൊണ്ട് തന്നെ ഈ വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ എടുക്കുന്ന ഒരു വേരിയൻറ്റിൽ നമുക്ക് അലോയ് വീൽസ് ലഭിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു 16 ഇഞ്ചാണ്, 205 65 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ്. ഇതൊരു സ്റ്റെയിൽഡ് വീലാണെന്ന് പറയാം. പെട്ടെന്ന് കണ്ടാൽ അലോയ് ആയി തോന്നും. നമുക്ക് HTK മുതലൊക്കെ അലോയ് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡീസൽ എഞ്ചിനോ ടർബോ എഞ്ചിനോ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ആവുന്നുണ്ട്. അത് ഈ വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ കാണാം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഫംഗ്ഷനും ഫോൾഡ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും HTK മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മുകളിലേക്ക് നോക്കിയാൽ ഒരു ഗ്ലോസി ബ്ലാക്കിൽ തന്നെയുള്ള റൂഫ് റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡുവൽ പാനോമിക് റൂഫ്, ഇതൊക്കെ നമ്മുടെ സെൽറ്റോസിൽ ഇതൊക്കെ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതൊക്കെ എന്തായാലും ഇതിന് താഴെയുള്ള വേരിയൻറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് എന്നുള്ളത് പറയാം. ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ഫുൾ ഓപ്ഷനിലേക്കുള്ള ഒരു അലോയ്ഡ് ഡിസൈൻ. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും അങ്ങനെയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള XUV7X ആണെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു അലോയ് ആയി മാറിയിട്ടുണ്ട്. കാണാൻ ഒരു ഭംഗിയില്ലാത്തതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്. ഇതും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ഒരു കാര്യം നമ്മുടെ കിയ ചെയ്തിട്ടുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് കീ ആയിട്ട് നമ്മൾ അടുത്തേക്ക് വരിക അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുക ചെയ്താൽ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ അഭിപ്രായം അതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇതിലെന്തായാലും ഇതിൽ താഴെയുള്ള വേരിയൻ്റ് മുതൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് പോപ്പപ്പ് കൊടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയാം. അതുപോലെ സൈഡിൽ നമുക്കിവിടെ ഒരു ക്ലാഡിങ് കാണാം. അതിൽ നമുക്കൊരു സാറ്റിൻ സിൽവർ ഫിനിഷ് കാണാൻ സാധിക്കും. അത് HTX എന്ന വേരിയൻറ്റിലാണ് ആരംഭിക്കുക. അല്ലെങ്കിൽ മൊത്തം ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമായിരിക്കും നമുക്കിവിടെ ക്ലാഡിങ്ങിൻ്റെ അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. 4 വീലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. നിങ്ങൾ ഏത് വേരിയൻ്റ് എടുത്താലും ഏത് എഞ്ചിൻ എടുത്താലും 4 വീലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് 24ലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ കിയക്ക് ഒരു ലേക്ക് കൊടുത്താൽ മതിയാവുള്ളൂ. അടിപൊളി എന്ന് പറയാം. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയിൽ മാറ്റാണ്. 47 ലിറ്ററാണ് നമുക്ക് നോർമൽ പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന് ടാങ്ക് കപ്പാസിറ്റി. ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്ക് 50 ലിറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഫ്യൂൽ ലിഡ് വന്നിട്ടുള്ളത്. പിന്നെ പ്രധാന ഒരു മാറ്റം, പുതിയ ഡിസൈൻ വന്നപ്പോൾ മുകളിൽ റൂഫ് റെയിൽസിന് താഴെയായിട്ട് നിങ്ങൾ കാണാം. സാധാരണ നമ്മൾ ഷോൾഡർ ലൈൻ ഇവിടെ പല കളേഴ്സും ക്രോമൊക്കെ കാണാറുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് നമുക്കൊരു തീം വന്നിട്ടുണ്ട്, ഒരു ക്ലാഡിങ് വന്നിട്ടുണ്ട്. അത് പുറകിലും മൊത്തം നമ്മൾ ജീപ്പ് കോമ്പസിലൊക്കെ കാണുന്ന പോലെ സ്പോയിലറിലൂടെ വാഹനത്തിന് ചുറ്റും പോകുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു എക്സ് ഷേപ്പൊക്കെ വായിച്ചെടുക്കാനായിട്ട് പറ്റുമെന്ന് പറയാം. അതായത് ഈ ഭാഗത്തൊക്കെ നമുക്ക് വളരെ സൈസ് കൂടിയൊരു വാഹനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ്. നിങ്ങൾ നേരിട്ട് കാണുമ്പോഴായിട്ട് ഇത് മനസ്സിലാവുള്ളൂ. ഫോട്ടോ വീഡിയോ കണ്ടാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ചെറിയ കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ നമുക്കൊരു കട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട്, അതുപോലെ ഈ ഒരു മിററിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു ഡിഫ്ലക്ഷൻ കാര്യങ്ങൾ, എയർ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന രൂപത്തിൽ അത്യാവശ്യം എയറോ ഡൈനാമിക് എഫിഷ്യൻസി വർദ്ധിക്കുന്ന രൂപത്തിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ, അതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലൊന്നും നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ നേരിട്ട് വണ്ടി കാണുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഫുൾ ഓപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് കൊടുത്തുള്ളത്. GT ലൈനിലൊക്കെ നമുക്ക് അത്തരത്തിലാണ് ലഭിക്കുക. എന്തായാലും ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഈ എപ്പോഴും കല്ലടിക്കുന്ന സ്ക്രാച്ച് ആവാനൊക്കെ സാധ്യതയുള്ള ഏരിയ ആണ് ഇതൊക്കെ. അവിടെ ഗ്ലോസി ബ്ലാക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇതാകുമ്പോൾ കളർ ഫെയ്ഡ് ആവുന്നേ ഉള്ളൂ, അത് നമുക്ക് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് തന്നെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അത്രയാണ് ഇവിടെ വശങ്ങളിലുള്ള കാര്യങ്ങൾ. പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ഈ ഒരു സ്പോയിലർ ലഭിക്കുന്നുണ്ട്. അതും ഗ്ലോസി ബ്ലാക്ക് കാര്യങ്ങളാണ്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുണ്ട്. അത് വളരെ രസകരമായി വന്നിട്ടുണ്ട്. നമ്മൾ ടാറ്റ സിയറയിലും ഇത്തരത്തിൽ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ടാറ്റ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കിയയിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് താഴെയായിട്ട് ഹിഡൻ ആയിട്ടാണ് നമുക്ക് റിയർ വൈപ്പർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. റിയർ വൈപ്പർ കാണാനായിട്ട് സാധിക്കും. അതുപോലെ D4 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റാർ മാപ്പ് കണക്റ്റിംഗ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിന് നടുവിലായിട്ട് നമുക്ക്
ഒരു ക്യാമറ കാണാൻ സാധിക്കും. അപ്പോൾ HTX ആയതുകൊണ്ട് തന്നെ ഫുള്ളി ലോഡഡാണ് എന്ന് പറയാം. റിയറിൽ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്, അതുപോലെ റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ മുൻവശത്ത് കണ്ട പോലെ തന്നെ ഒരു സാറ്റിൻ സിൽവർ ഫിനിഷാണ് ബമ്പറിൻ്റെ ഏരിയയിലൊക്കെ വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് വെച്ചാൽ ഇതിലിപ്പോൾ 1 2 3 4 4 സെൻസേഴ്സാണ് വന്നിട്ടുള്ളത്. നമ്മളിതിൽ അഡാസുള്ള വേരിയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സെൻസർ കൂടി ആഡ് ആവും. അതായത് ഈ ഭാഗത്തേക്ക് ഒരു സെൻസർ കൂടി ഒരു സൈഡിലായിട്ട്, അത് മുൻവശത്ത് 2 ആഡ് ആവും, പുറകിലും മൊത്തം 4 സെൻസേഴ്സ് ആഡ് ആവും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറകിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ബീപ്പ് അടിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് പോലെ കാണുകയൊക്കെ ചെയ്യില്ലേ, ആ സംഭവം നമുക്ക് സൈഡും ഫ്രണ്ട് റിവേഴ്സ് എടുക്കുമ്പോൾ മാത്രമല്ല സൈഡിലേക്ക് എടുക്കുമ്പോഴും അത് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ അതും ബൂട്ട് സ്പേസും വർദ്ധിച്ചിട്ടുണ്ട്. ഒരു നിമിഷം, ഞാൻ അത് ഇലക്ട്രിക്കാണെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഇലക്ട്രിക് കൊടുത്തിട്ടില്ല, പക്ഷേ 447 ലിറ്ററിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പാർസൽ ട്രേ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം ഹ്യൂജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇതും സെഗ്മെൻറ്റ് ബെസ്റ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തില്ല. നമ്മൾ ലാസ്റ്റ് ചെയ്ത് എലവേറ്റ് ചെക്ക് ചെയ്തപ്പോൾ എലവേറ്റിനായിരുന്നു ഏറ്റവും ബൂട്ട് സ്പേസ് ഉണ്ടായിരുന്നത്. അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബൂട്ടിലൊരു ലാമ്പ് കാണാൻ സാധിക്കും. സ്പെയർ വീല് കാണാം. സ്പെയർ വീല് സെയിം സൈസാണ്, 16 ഇഞ്ച് 205 65 പ്രൊഫൈലുള്ള സ്റ്റീൽ വീലായിട്ട് നമുക്ക് സ്പെയർ വീല് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സ്റ്റീരിയറിലൊരു ലുക്ക് പറയാനുള്ളത്. എനിക്കെന്തായാലും എപ്പോഴും കിയയുടെ ഡിസൈനേഴ്സിനെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഡിസൈനുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പുതിയ സെൽട്ടോസും എക്സ്റ്റീരിയർ ലുക്ക് അടിപൊളിയാണ്. ഒരു ലൈക്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനി ഇൻറ്റീരിയറിൽ കിട്ടുന്ന ഫീച്ചേഴ്സും സൗകര്യവും സ്പേസും നോക്കാം. HTX ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് ഇത് ലഭിക്കുക. ഡോർ പാഡ് നമ്മൾ ബ്ലാക്കിൻ്റെയും ഗ്രേയുടെയും മിക്സാണ് കാണുന്നത്. പക്ഷേ ഇൻറ്റീരിയർ മൊത്തം നോക്കുന്ന സമയത്ത് ഒരു ബ്രൗണിൻ്റെയും ഗ്രേയുടെ മിക്സ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുക. കിയയിൽ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ സൺഷെയ്ഡ് കർട്ടൺ വന്നിട്ടുണ്ട്. ബാക്കി പാനൽസ് കാര്യങ്ങൾ കൺട്രോൾസ് ഒക്കെ പുതിയതാണ് കേട്ടോ. നമ്മൾ പഴയ സെൽട്ടോസായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ഡോർ ഹാൻഡിൽ അല്ലെങ്കിൽ ലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഡിസൈനാണ് വന്നുള്ളത്. ഒരു ഗൺ മെറ്റൽ ഗ്രേ വന്നിട്ടുണ്ട്. പവർ വിൻഡോയുടെ കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പഴയ കൺട്രോളല്ല, പുതിയതാണ് വന്നിട്ടുള്ളത്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഇലുമിനേഷൻ ഉണ്ട്. 4 ഡോറിലും നമുക്ക് ഈ ഒരു പവർ വിൻഡോ കൺട്രോൾ ഇലുമിനേഷൻ വരും. അത് ബേസ് വേരിയൻ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളി ഫീച്ചറാണ്. ലൈക്ക് കൊടുക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് ആംറസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എൽബോ വെക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ സോഫ്റ്റ് ടച്ചിൻ്റെ ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബോസിൻ്റെ 8 സ്പീക്കർ വരുന്നുണ്ട് നമുക്കിതിൽ. അതുകൊണ്ട് തന്നെ ഡോർ പാഡിൽ നമുക്ക് ഒരു സ്പീക്കറും കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം 2 ബോട്ടിലൊക്കെ വലുത് വെക്കാവുന്ന സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബ്രൗണിൻ്റെയും അതുപോലെ തന്നെ ബീജിൻ്റെയും മിക്സാണ്. ബീജല്ല, ഗ്രേയുടെ മിക്സാണ്. ഒപ്പം നമുക്കൊരു നിയോൺ ഗ്രീൻ ഫിനിഷും അവിടെ ഇവിടെ ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ രൂപത്തിലാണ്. അപ്പോൾ കളറൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു നീളം കൂടുതലാണ്, വീൽ ബേസ് കൂടുതലാണ്, വീതി കൂടുതലാണ്, സ്പേസ് ഉള്ളിൽ എത്ര കിട്ടും. ഇത് ഞാൻ ഓടിച്ച് വന്ന് നിർത്തിയതാണ്. എനിക്ക് കറക്റ്റ് എത്ര ദൂരം വേണമെങ്കിലും കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഓടിക്കാൻ പറ്റുന്നൊരു പൊസിഷനിലാണ് ഈ ഒരു സീറ്റ് ഇട്ടുള്ളത്. 6 അടി ആയിട്ടുള്ള എനിക്ക്. എന്നിട്ടും ഒരു 4 പേരിലെൻ്റെ ലെഗ് റൂം കാര്യങ്ങൾ നീ റൂമൊക്കെ ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടും പെർഫെക്റ്റ് ആണ്, അടിപൊളി എന്ന് പറയാം. ഈ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര ദൂരം വേണമെങ്കിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ 400 കിലോമീറ്റർ ആകാൻ പറഞ്ഞാലും ഞാൻ റെഡിയാണ്. അത്രയും കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൽ റിക്ലൈനിങ്ങും വന്നിട്ടുണ്ട്. സോ ഇത് ഞാൻ അപ്രൈറ്റ് ആയിട്ട് മുന്നിലേക്ക് ഇരിക്കുന്ന ഒരു പൊസിഷനാണ്. കുറച്ചും കൂടി ചാരി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ റിയർ കംഫർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഓടിച്ച സമയത്ത് സസ്പെൻഷനും എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ലൊരു കംഫർട്ട് കിട്ടുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയാം. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ 60/40 സ്പ്ലിറ്റ് സീറ്റ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ്, കപ്പ് ഹോൾഡർ പുതിയ വണ്ടി ആയതുകൊണ്ട് ഒന്നും അഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പുറയിലേക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമ്മൾ ബേസ് വേരിയൻറ്റിലൊന്നും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സേഫ്റ്റി ഫീച്ചർ ആയതുകൊണ്ട് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുക്കായിരുന്നു എന്ന് തോന്നി. കൂടാതെ റിയറിലേക്ക് AC വെൻ്റ് ഒക്കെ സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് നെക്സ്റ്റ് ലെവലിൽ പോയിട്ട് നമുക്കിത് C-ടൈപ്പ് ചാർജിങ് പോർട്ട്, ഒന്നല്ല 2 സീറ്റിനും പുറകിലായിട്ട് നമുക്ക് C-ടൈപ്പ് ചാർജിങ് പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പാനോമിക് റൂഫ് നമ്മൾ കാണുന്ന പോലെ പുറകിൽ വരെ നമ്മുടെ റിയർ സീറ്റിലിരിക്കുന്ന ആളുടെ തലക്ക് മുകളിൽ വരെയാണ് അതിൻ്റെ എൻഡിങ് വരുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു വ്യൂ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ്. GTയിലേക്ക് പോകുന്ന സമയത്ത് റൂഫ് ലൈനിങ്ങിനൊക്കെ ഒരു ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ ഒരു മാറ്റം കൂടി സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ സീറ്റിൻ്റെ പുറകിലൊക്കെ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കൊടുത്തത്. ഒരു പ്രീമിയം ഫീൽ നമുക്ക് തോന്നുമെന്നുള്ളതാണ്. എന്നിട്ടും ഒരു ലെതർ ഫിനിഷിലുള്ള ഡോർ പോക്കറ്റില്ല, സീറ്റിൻ്റെ പോക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഒരു ഷേപ്പൊക്കെ നിങ്ങൾ കണ്ടാൽ ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പുള്ള സീറ്റുകളാണ് മുൻവശത്ത് കൊടുത്തിട്ടുള്ളത്. സെറ്റപ്പ് കാഴ്ചയിൽ മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സും ആ ഒരു സീറ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് മുൻവശത്ത് കയറിയിട്ട് നോക്കാം. ഇതാണ് പുതിയ സെൽട്ടോസിൻ്റെ കീ വന്നിട്ടുള്ളത്. നമുക്ക് സ്മാർട്ട് കീ ആണ്, പക്ഷേ നമ്മൾ പുതിയ വെന്യൂൽ ഈ ടൈപ്പാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന കീ ഉണ്ട്, ഇത് സെപ്പറേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്മാർട്ട് കീയുടെ ഒപ്പം ഇതെപ്പോഴും കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. ഈ 2 പീസായിട്ട് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്
കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സമയത്ത്. കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള കൺട്രോൾ ഉണ്ട്. പിന്നെ നമുക്കിവിടെ എഞ്ചിൻ റിമോട്ട് സ്റ്റാർട്ടിൻ്റെ കൺട്രോൾ കൂടി HTX ആയതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കീ ഉപയോഗിച്ച് നമുക്ക് അടുത്തേക്ക് വന്നാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ വെൽക്കം ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ORMൽ. ഇനി പുറകിൽ കാണുന്നതിലും കൂടുതലായിട്ട് കൺട്രോൾസും ഡിസൈനും ഒക്കെ നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോറിൽ പറയാനുണ്ട്. കാരണം 4 പവർ വിൻഡോ കൺട്രോൾ സ്റ്റാൻഡേർഡാണ്. ലോക്ക് ആൻഡ് ലോക്ക് ബട്ടൺ, ORM അഡ്ജസ്റ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡാണ്. ഒപ്പം രണ്ടാമത്തെ വേരിയൻ്റ് മുതലൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്ന മിറർ വരുന്നുണ്ട്. കൂടാതെ ഇവിടെയാണ് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്. ഞാൻ പറഞ്ഞില്ലേ, സീറ്റ് ലുക്ക് കൊണ്ട് മാത്രമല്ല, നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് ഫ്രണ്ടിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോളും ഡോറിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം നിങ്ങൾ ഈ ഡോർ പാഡ് നോക്കുമ്പോൾ പുറകിൽ കണ്ട പോലെ അല്ല, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഗൺ മെറ്റൽ ഗ്രേ പോയതും അതുപോലെ തന്നെ ഒരു ആംബിയൻ ലൈറ്റ് അത് കൂടെ പോയതും, ഇതൊക്കെ HTX മുതലാണ് നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 64 കളറിലെ ആംബിയൻ ലൈറ്റൊക്കെ നമുക്ക് HTXൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബോസിൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയുള്ള സ്പീക്കേഴ്സ് കാര്യങ്ങൾ കാണാം. പിന്നെ നമുക്ക് കപ്പ് ഹോൾഡർ ബോട്ടിൽ ഹോൾഡറും ഒപ്പം ഒരു അംബ്രല്ല ഹോൾഡർ കാര്യങ്ങളൊക്കെ മുൻവശത്ത് വരുന്നുണ്ട്. അടിപൊളിയാണെന്ന് പറയാം. നമുക്ക് ബേസ് വേരിയൻ്റ് മുതൽ മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ HTX എന്ന വേരിയൻ്റ് എടുത്താൽ നമുക്ക് 8 വേ പവർ അഡ്ജസ്റ്റ് സീറ്റ് വരുന്നുണ്ട്. നിങ്ങൾ ഡീസലോ ടർബോ എഞ്ചിനോ എടുക്കണം. നമുക്ക് കാണുന്നത് നോർമൽ പെട്രോൾ എഞ്ചിനാണ്, അപ്പോൾ അതുകൊണ്ട് മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പെഡൽസും നമുക്കൊരു അലോയ് പെഡൽസാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കുന്ന സമയത്ത് കാണാമെന്നുള്ളതാണ്. ഇനി ഇവിടെ കുറച്ച് കൺട്രോൾസ് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ ഡൗൺ ഹിൽ അസിസ്റ്റ്, നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവലർ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ അത്ര ഒരു ഫാൻ അല്ലാത്തൊരു കാര്യം ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ആണ്. ഡബിൾ ഡി കട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ കിയയുടെ ബ്രാൻഡിങ് ഒക്കെ ഒരു സൈഡിലേക്ക് പോയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്കെന്തോ പേഴ്സണലി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ചിലപ്പോൾ കുറച്ച് കാലം ഉപയോഗിച്ചാൽ സെറ്റ് ആവുമായിരിക്കും. കാണുമ്പോൾ ഒരു ഫീൽ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. എന്തായാലും നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. ഓൺ ചെയ്യുന്ന പുഷ് ബട്ടൺ ഈ ഒരു ഭാഗത്താണ് നൽകിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയിട്ട് നമ്മളിരുന്ന് ആ ഒരു ഇവിടുന്ന് പ്രസ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ഗിയർ ഇവിടെ ഇടുകയാണ്. അല്ലാതെ അപ്പോൾ അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റിലിടുക ഹാൻഡ് ബ്രേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് തോന്നി. മറ്റേത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ പ്രസ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരിക, അത്ര വലിയ പണിയൊന്നുമല്ല, എന്നാൽ പോലും കുറച്ചുകൂടി ഈസി ആയി എന്നുള്ളതാണ്. മറ്റുള്ള കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് മാത്രമല്ല, നമുക്ക് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ് കൂടി സ്റ്റിയറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ MIDയുടെ കൺട്രോൾസ് കാണാം. ഇവിടെ നമ്മുടെ മീഡിയയുടെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മീഡിയയുടെ കൺട്രോൾസും ക്രൂയിസ് കൺട്രോളും സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് കിട്ടും. അതിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ്. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ട്രിനിറ്റി ഡിസ്പ്ലേ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഡിസ്പ്ലേ ഇതിനും മുകളിലുള്ള വേരിയൻറ്റിൽ അല്ലെങ്കിൽ HTX-A മുതലൊക്കെയാണ് നമുക്ക് ലഭിക്കുക. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്ററിലൊരു 4.5 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഗ്രാഫിക്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു 5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആക്സസ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് പിന്നെ ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു HD ടച്ച് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 13.5 ഇഞ്ച് ടച്ച് സ്ക്രീൻ ആവുന്നത് HTX-ലാണ്. ഈ ഒരു 5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളൊക്കെ ആവുന്നത് നമുക്ക് HTX-ലാണ്. ബാക്കിയുള്ള താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല, ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കില്ല. അതുപോലെ ഇത് 10.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും. നമുക്ക് 12.3 ഇഞ്ച് മാറിയിട്ട് 10.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ ആയിരിക്കും. ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് സ്ക്രീൻ ഉണ്ട്. അത് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനൊക്കെ ഒരു ലൈക്ക് കൊടുക്കുകയാണ് കിയക്ക്. ഒപ്പം നമുക്ക് ഇതിൽ HTX-ലേക്ക് വന്നു കഴിഞ്ഞാൽ കിയ കണക്റ്റ് കൂടി വരുന്നുണ്ട്. അത് 3 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കിയ കണക്റ്റും ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ IRM നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വന്നിട്ടുള്ളത്, ഓട്ടോ ഡിമ്മിംഗ് ആണ്. അപ്പോൾ അതിൽ ആ ഒരു കിയ കണക്റ്റിൻ്റെ കൺട്രോൾസോടുകൂടി വന്നിട്ടുണ്ട്. അത് HTX-ൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാന കാര്യങ്ങൾ. ഇനി ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിങ്, അത്യാവശ്യം നമ്മളെ കറണ്ട് ട്രിപ്പ് ഡീറ്റെയിൽസ്, ഫ്യൂവലിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ സാധാരണ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ സാധാരണ ഒരു കിയ വാഹനങ്ങൾ നമ്മൾ കാണുന്ന ഒരുപാട് ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് അതിൽ ആക്സസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ GT-യിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു ഫുൾ ഫ്ലഡ്ജുള്ളൊരു ഡിസ്പ്ലേ ആയിട്ട് മാറിയിരുന്നതും അതിലൊരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ വരുന്നതും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു ബ്രൗണിൻ്റെ ബീജിൻ്റെ മിക്സും ഒപ്പം ഗ്രീൻ നിയോൺ ആക്സെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കിയ നിലനിർത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കിയക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് ഞാൻ ആ കാര്യം പറയുകയാണ്. AC-ക്ക് ഫിസിക്കൽ കൺട്രോൾ, മീഡിയയുടെ വോളിയം ബട്ടൺ അടക്കം എല്ലാത്തിനും ഫിസിക്കൽ കൺട്രോൾ. ഇത് ഇന്നത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്നൊരു സാധനമാണ്. അത് നിലനിർത്തിയത് വോളിയം കൺട്രോളൊക്കെ നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. സെർച്ച്, മാപ്പ്, ഹോം, മീഡിയ. ഇനി ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിന് നമുക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് ഫിസിക്കൽ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ നിർബന്ധമാണെന്ന് പറയാം. കാരണം എല്ലാം ഈ ഒരു ടച്ച് സ്ക്രീനിലേക്ക് കുത്തി നിറച്ച് കൺട്രോൾസ് ഒക്കെ ഒഴിവാക്കുന്ന ഒരു കാലത്ത്
ഇത് അടിപൊളിയായിട്ടുണ്ട്. അതിന് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളതാണ്. അവിടെ താഴേക്ക് വന്നാൽ പുറകിൽ നമ്മൾ 2 സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് കണ്ടു. ഇവിടെ നമുക്ക് 2 സി ടൈപ്പ് ചാർജിംഗ് പോർട്ടുണ്ട്. കൂടാതെ നമ്മുടെ കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സി ടൈപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. പുഷ് ബട്ടൺ നമ്മൾ കണ്ടു. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, പിന്നെ റിയർ വ്യൂ ക്യാമറ വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ലിവറും അത്യാവശ്യം നമ്മൾ സിറോസിലൊക്കെ കണ്ട പോലെ അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സിറോസ് നമ്മൾ പറഞ്ഞു. പുതിയ കൺട്രോൾസ് ആണെങ്കിലും പാനൽസ് ആണെങ്കിലും പുതിയതാണ്. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാച്ച് ചെയ്യുന്നത് നമ്മുടെ സിറോസ് നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് പറയാം. അത് ഇൻക്ലൂഡ് ഈ ഒരു ഗിയർ ലിവറൊക്കെ ഒരു 6 സ്പീഡ് മാനുവലിൻ്റെ ഗിയർ ലിവറൊക്കെ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ കൺസോൾ നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. ഏത് വേരിയൻ്റ് എടുത്താലും ഈ ഒരു സെൻറ്റർ കൺസോളും ഈ ഒരു ആംറസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ 12 വാട്ടിൻ്റെ ചാർജ് സോക്കറ്റ് അതിനകത്ത് വരുന്നുണ്ട്. അത് ഇവിടെയൊക്കെ നോക്കിയാലൊക്കെ സോഫ്റ്റ് ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡറാണ്. ബോസിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത് തന്നെ പില്ലറിലായിട്ട് നമുക്ക് ട്വീറ്റേഴ്സ് കാണാൻ സാധിക്കും. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ മാപ്പ് ലൈറ്റൊക്കെ LED ആണ് വന്നിട്ടുള്ളത്. പാനോമിക് റൂഫ് വന്നിട്ടുണ്ട്. വാനിറ്റി മിറർ. പാസഞ്ചർ സൈഡ് നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ അവർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് ടോളർ സീറ്റ് ഹോൾഡറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഫീച്ചർ ലോഡറാണെന്ന് പറയാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇൻറ്റീരിയറിൽ കിട്ടുന്ന പ്രധാന മാറ്റം GT-യിലേക്ക് പോയാൽ ഈ ഒരു സീറ്റ് നമുക്ക് 10 വേ പവർ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഇത് 8 വേ ഉള്ളൂ. 10 വേ ലഭിക്കുന്നുണ്ട്. ഒപ്പം അത് ORUമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് വെൽക്കം ഫംഗ്ഷൻ, അതുപോലെ നമ്മൾ റിവേഴ്സ് ഇട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മിറർ ടിൽറ്റ് ഔട്ട് ആവും. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സൊക്കെയാണ്. മെമ്മറി ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് ഡോറിൽ വരും. അപ്പോൾ നമ്മൾ കയറി ഇരുന്നാൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു പൊസിഷനിലേക്ക് സീറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത്തരത്തിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിനും മുകളിലേക്ക് ഒരു പ്രീമിയം എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ GT-യിലേക്ക് പോകേണ്ടതുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് GT-യിലേക്ക് പോകാം. അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു HTXൽ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഫുൾ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. സാധാരണ സെൽട്ടോസ് അല്ലെങ്കിൽ കിയ വാഹനങ്ങളിൽ പറയുന്ന ഒരു പരാതിയാണ് എല്ലാവരും സേഫ്റ്റി റേറ്റിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അതും ഈ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലാറ്റ്ഫോം മാറിയപ്പോൾ അത്യാവശ്യം ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റേറ്റിംഗ് വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം സിറോസൊക്കെ അത്യാവശ്യം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് നേടിയിട്ടുള്ളതാണ്. അതും ഇത്തരത്തിൽ തന്നെയാണ് ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ കോൺഫിഡൻ്റ് ആണ് ഇതും 5 സ്റ്റാർ കിട്ടാനുള്ള രൂപത്തിൽ തന്നെയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത്. ബേസിക് ആയിട്ട് നമുക്ക് 24 ഫീച്ചർ സേഫ്റ്റി ഫീച്ചർ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ പറയുന്നത് 6 എയർ ബാഗ്, ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് തുടങ്ങി എണ്ണിയാൽ തീരാത്ത നമ്മൾ എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോ എന്തൊക്കെ മെൻഷൻ ചെയ്തോ അതൊക്കെ സെൽട്ടോസിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെയാണ് ഓപ്ഷനിലായിട്ട് നമുക്ക് അഡാസ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൂടി ടോപ്പ് എൻഡ് വേരിയന്റുകൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ HTX എന്ന് പറഞ്ഞ വേരിയന്റ് വിശേഷങ്ങളാണ് നമ്മൾ എല്ലാ വേരിയന്റും ഒരുമിച്ച് നിർത്തിയിട്ടും അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് വേരിയന്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളും ഓടിച്ചിട്ട് എങ്ങനെയാണ് പുതിയ പ്ലാറ്റ്ഫോം അത്യാവശ്യം ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചാട്ടം കാര്യങ്ങൾ പഴയ ജനറേഷനിലായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ എൻക്വയറി, ബുക്കിംഗ്, ടെസ്റ്റ് ഡ്രൈവ് പോലത്തെ കാര്യങ്ങൾക്ക് DKH കിയയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും സെൽട്ടോസിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിൽ ഒരുപാട് നേരത്തെ കാണാം.